നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ വിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബഹുമാനി മഹാരാഷ്ട്ര ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ അജിത് പവാറിൻ്റെ അകാല നിര്യാണത്തിൽ ഞാനും എൻ്റെ പാർട്ടിയും അഗാധമായി ദുഃഖം രേഖപ്പെടുത്തി അനുശോചനം അറിയിക്കുകയും ചെയ്തു. ഇത് പവാർ മാത്രമല്ല, CDSൻ്റെ ജനറൽ VP റാവത്ത്, ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപവാണി, ഇപ്പോൾ ഇദ്ദേഹം ഒരു തുടർക്കഥയായിട്ട് വരികയാണ്. ഭരിക്കുന്ന കക്ഷിക്കോ അതൃപ്തനായുപോയോ അവർക്കെതിരെ പറയുകയോ ചെയ്താൽ, പ്രത്യേകിച്ചും BJP ഗവൺമെൻറ് കാലത്ത്, അവർക്ക് പിന്നെ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമില്ലാത്ത മട്ടാണ് കാണുന്നത്. എന്ന് പറഞ്ഞാൽ ശരിയെന്ന് എനിക്കറിയില്ല, അത് നിങ്ങൾ അന്വേഷിക്കാം. ഏതായാലും ശരത് പവാറിനൊക്കെ പോലുള്ള കാര്യം പറഞ്ഞാൽ അദ്ദേഹം എത്ര വയസ്സായി എന്നത് പറയാൻ പാടില്ല, എങ്കിലും പറയാണ്, ഒന്ന് മാറി നിന്ന് പുതിയ തലമുറയിൽ പറ്റി വീട്ടിൽ പോയിരിക്കാൻ പാടില്ല. ആ ശരത് പവാർ മാറി അജിത് പവാറിനെ ഏൽപ്പിച്ച് NCP ഒന്നായിട്ട് നിന്നിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾക്ക് ഉണ്ടാവുമായിരുന്നു. മരിക്കുന്നവരും താഴ്ത്തിരിക്കുക എന്ന് പറഞ്ഞാൽ ഈ നികൃഷ്ട ജന്തുക്കളെയല്ലേ ആദ്യം തല്ലിക്കൊല്ലേണ്ടത്. കേരളത്തിൽ ബന്ധിട്ടില്ല നാള് കടന്നപ്പള്ളി രാമചന്ദ്രൻ കടന്നപ്പള്ളി 90-100 വയസ്സായിട്ട് ഇപ്പം 4-5 പ്രാവശ്യമായി ഓഗസ്റ്റിൽ തലകറങ്ങി വീണത്. എന്നിട്ടൊരു മാറ്റമില്ല. ഇപ്പോഴും അടുത്ത ഇലക്ഷൻ മത്സരിക്കാൻ തയ്യാറാണെന്നാണ് പാർട്ടി പറഞ്ഞാൽ. ഞാൻ മത്സരം തയ്യാറാണ്. ഏത് പാർട്ടി? അയാളുടെ 2 പിള്ളേരും ഉള്ളത്. മനുഷ്യ കണ്ടു കേട്ടും മടുത്തുന്നേ. ഞാൻ പരസ്യമായിട്ടാണ് ഈ നിങ്ങളുടെ എസിൻ്റെ നേതാവ് കടന്നപ്പള്ളി രാമചന്ദ്രൻജി, നിങ്ങൾക്ക് ഒന്ന് വീട്ടിൽ പോയി അടുത്തൊരാളെ ഏൽപ്പിക്കാൻ പാടില്ല. പ്രസ്ഥാനം ഉണ്ടാവില്ലേ? ഇത് പ്രസ്ഥാനം ഉണ്ടാവും. അപ്പോൾ അജിത് പവാർ അസുഖം വന്ന് മുഖം ഭംഗി പോയി, എല്ലാം പോയി, എന്നിട്ട് മാറുകയെല്ലാം മാറ്റില്ല. അതെങ്ങനെയാണ് മാറുന്നത്? ഇവിടെ കണ്ടിരുന്ന ഒരു മാസ്റ്ററായത് കൊച്ചിക്കാരൻ പീതാംബരം മാസ്റ്റർ, പുള്ളി 100 വയസ്സായിട്ടുണ്ട്. പുള്ളിയെ കണ്ട് എന്താ പറയുക, അയ്യോ ഇവിടെ പ്രശ്നം തീർക്കാൻ വേണ്ടി 2 പേരെ കൊണ്ടതും ചാർജാ നിർത്തും, പരസ്പരം മത്സരിക്കും. അപ്പോൾ പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടി ആളിനെ വീണ്ടും അങ്ങനെ 5-8 കൊല്ലം അയാൾ 5 ടൈമായിട്ട് കേരളത്തിലെ പ്രസിഡൻ്റൊക്കെ പോയിട്ടുണ്ട്. ഈയിടെ നികൃഷ്ട ജന്തുക്കളെ, ഇങ്ങനെയുള്ള നികൃഷ്ട ജീവികൾ ഞാനായാലും ഒന്ന് മാറി നിന്ന് കൊടുത്തൂടെ? അതിന് സപ്പോർട്ട് ചെയ്യുന്ന CPM-ൻ്റെ നെറികെട്ട് നേതാക്കളും മുഖ്യമന്ത്രി വിളിപ്പെടുക. മുഖ്യമന്ത്രിക്ക് ബോധമില്ല, അങ്ങ് 2 പ്രാവശ്യം തലയിറങ്ങി വീണ്. അപ്പോഴും പറയാൻ പാടില്ല നിങ്ങൾ മാറിച്ച് വീട്ടിലേക്ക് പകരം ആളെ ഏൽപ്പിക്കുന്നത്. കൊടുക്കൂല. ഇനി സദസ്സിൽ കിടന്ന് മരിച്ച് സർക്കാർ ചെലവിൽ കൊണ്ടുപോയി മറവ് ചെയ്യണം. ഇത്ര ഒരു മോശം ഒരു അവസ്ഥ രാഷ്ട്രീയക്കാർ, നെറികെട്ട രാഷ്ട്രീയക്കാർ, പറയാതിരിക്കാൻ വയ്യ. ഒരു സംഭവം പറയാലോ, സഖാക്കളെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം, മുസ്ലിം സമുദായമേ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. കഴിഞ്ഞ ദിവസം ഒരു അമ്പലത്തിൽ ഗണഗീതം പാടി സംഘപരിവാറിന്. അമ്പലത്തിൽ ഗണഗീതം പാടിയെങ്കിൽ ഇന്നത്തെ കണ്ടീഷനിൽ ഒരു ഹിന്ദു എന്ന് പ്രതിഷേധിക്കട്ടെ, അതിനൊരു സഖാവ് കാക്കാൻ വിട്ട് തല്ലി കാക്കപ്പോൾ അവിടെ കിടന്ന് മരിക്കുന്നതാണ്. ഇനി എന്താണ് രക്തസാക്ഷികൾ ഉണ്ടാക്കണം. പണ്ട് ഒരു പയ്യനെ കൊന്നല്ലേ, അഭിമന്യു. ഞാൻ ഇന്നലെ പറഞ്ഞു 100 കോള് എറണാകുളത്ത് പോയിട്ടുണ്ട് അയാൾക്ക് വരാൻ പറഞ്ഞുകൊണ്ട്. അത് ചോദ്യം കുറ്റവാളി പിടിക്കാൻ പറ്റില്ല, അത് ചെയ്തില്ല. അയാൾ മരിച്ച്. അങ്ങനെ ശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടി തകർന്നു പോയി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കോളേജിലേക്ക് അരക്കം വെച്ചു നിന്നും ഇപ്പോൾ ഇവർ കാക്കാനെ ബലിവെടുക്കാൻ പോകണം. കാരണം മരിക്കുന്നു അയാൾ ധീരസാന്ന് പറഞ്ഞത്. എടൂ സഖാക്കളെ, കമ്മ്യൂണിസ്റ്റ് സഖാക്കൾ കാക്കന്മാരെ, നിങ്ങൾ എന്താണ് ഈ അമ്പലത്തിൽ നിങ്ങൾ തകർക്കാൻ പോണത്? അത് നിങ്ങൾ സഖാക്കൾ, ഹിന്ദുക്കളെ സഖാക്കൾ വിടണം. അപ്പോൾ നിങ്ങൾ രക്തസാക്ഷിയാക്കി മുസ്ലിം സമുദായത്തെ വോട്ട് പിടിക്കാൻ വേണ്ടി ഒരു നെറികെട്ട് രീതിയല്ലേ ഇത് പറയാതിരിക്കാൻ വയ്യ. ഒരാളെ എല്ലാ കാലത്തും പറ്റിക്കുക, എല്ലാവരും കുറേ കാലത്തും പറ്റിക്കുകയോ വഞ്ചിക്കുകയോ ചെയ്യാമെങ്കിലും എല്ലാവരും എല്ലാ കാലത്തും പറ്റിക്കുകയോ വഞ്ചിക്കാൻ പറ്റില്ല എന്നുള്ള ഏറ്റവും തെളിവാണ് നമ്മുടെ വെള്ളപ്പള്ളി. എത്ര നാളെയാണ് ഈ പറ്റിക്കൂടിയിട്ട്. ഇപ്പം അതെ സുകുമാരൻ നായർ പോയി പണി നോക്കടാന്ന് പറഞ്ഞു ജനിച്ച് ഒരാഴ്ചയിലപ്പോഴൊക്കെ അവളിലേക്ക് പോയില്ലേ. ഇതൊന്നും ജനങ്ങൾ മനസ്സിലാക്കുന്നില്ലെന്നാണോ? ജനങ്ങൾ അറിയില്ലെന്നാണോ? ട്രിവാൻഡ്രത്തൊരു സ്ഥലത്ത് ദളിത് വിഭാഗങ്ങൾക്ക് അല്ലെങ്കിൽ പിന്നോക്ക ജാതികൾക്കൊന്നും വെള്ളം എടുക്കാൻ പാടില്ലെന്ന് RSകാർ സമ്മതിക്കുള്ളത്. അതിലൊരു പരാതി കൊടുത്തിട്ട് ദിവസം 3-4 ഇതുവരെയും നമ്മുടെ പോലീസ് എടുത്തിട്ടില്ല. സഖാക്കൾ ഭരിക്കുമ്പോഴാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുമ്പോഴാണ്, മുഖ്യമന്ത്രി പിണറായി ആഭ്യന്തരമന്ത്രി ഭരിക്കുമ്പോഴാണ് ഇതുപോലെ നീചവും നികൃഷ്ടമായ കാര്യം നടക്കുന്നത്. ഇതിപ്പോൾ 3-ാമത് പ്രാവശ്യം മുഖ്യമന്ത്രി ആകാനുള്ള ശ്രമത്തിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സഖാക്കളും.
എന്നുള്ള അവർ യോഗം കൂടി വിലയിരുത്തിയുണ്ടാക്കി. ജനങ്ങൾ ഒരു വിഷയമില്ല, ഞങ്ങൾക്ക് കുറിച്ച് ഒരു അഭിപ്രായ വ്യത്യാസമില്ല, ഒരു ഭരണകൂട പിന്നെ എന്താണ് പറയുന്നത്, ഭരണത്തിൽ മോശമൊന്നുമില്ല, ഭരണമൊക്കെ നല്ല തന്നെയാണ്, ഞങ്ങൾ അധികാരത്തിൽ കയറും. എവിടെ വീണെടുത്ത് തല കാണുന്നില്ല. എങ്ങനെ സംഭവിക്കാതിരിക്കും? എങ്ങനെയാണോ ഇതൊക്കെ സംഭവിക്കാതിരിക്കുക? നിങ്ങളിത് കേട്ടോ, ഞാൻ വേഗം നിർത്തുന്നു. ഇന്ന് ലേറ്റസ്റ്റ് റിപ്പോർട്ട് എടുത്താൽ പറഞ്ഞത് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും കുറഞ്ഞു പോകുന്നു, അവർ മരണത്തിൽ കൂടുന്നു, അവർക്ക് ജനസംഖ്യ കുറയുന്നു, പ്രസവം കുറയുന്നു, മുസ്ലിങ്ങൾ കൂടുതൽ വരുന്നു. ഇവിടെ ഒന്ന് ചോദിക്കണം, മരമണ്ടന്മാരെ, എൻ്റെ 2 ചോദ്യത്തിന് മരമണ്ടന്മാരെ നിങ്ങൾ ഉത്തരം പറയണം. ഒന്ന്, ഓണത്തിനും പെരുന്നാളിനും വിഷുവിനും ക്രിസ്മസിനൊക്കെ മദ്യം വിൽപ്പനയിൽ ഏറ്റവും റെക്കോർഡ് ഉണ്ടാകുന്ന എപ്പോഴോ? ഏത് സമുദായമാണോ അത്? മുസ്ലിം സമുദായമാണോ? മദ്യം വിഷമാണ്, വിഷം മദ്യമാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന സഭ പോലും അല്ലെങ്കിൽ സർക്കാർ പോലും മദ്യ വിൽപ്പന കൂട്ടുന്നു, മദ്യം കുടിക്കുന്നു, കുടിപ്പിക്കുന്നു. സഭയ്ക്ക് ജന്മി തന്നെ കുഞ്ഞിനെ കൊടുക്കുന്ന മദ്യം കുടിപ്പിച്ചാണ്, അല്ലെങ്കിൽ വീഞ്ഞു കൊടുത്താണ്. മദ്യം വിഷമാണെന്ന് അത് ഉണ്ടാക്കുന്ന കുപ്പിയുടെ അടിയിൽ വെച്ചിട്ടുണ്ട്. ഇവിടെ മുസ്ലിങ്ങളാണോ മദ്യം വാങ്ങിക്കുന്നത്? എന്നാൽ സഭ ഒരു കണക്കുണ്ടാക്കി, അല്ല മുസ്ലിങ്ങളും മദ്യം കഴിക്കുന്നതാണോ അറിയാൻ വേണ്ടി പൊന്നാനിയിലാണ് കൂടുതൽ മദ്യം വിൽപ്പേണ്ടത്. ഇവിടെ പൊന്നാനിൽ 50% ഉള്ളൂ മുസ്ലിങ്ങൾ, ബാക്കി 50% ഹിന്ദുക്കളാണ്. അത് ഈ മുക്കന്മാരെ പോലത്തെ പിന്നോക്ക ഹിന്ദുക്കൾ, അവരാണല്ലോ ഈ കള്ളച്ചാരയെ കുടിച്ച് ഇതാണ്. ആദ്യമായിട്ട് സംഘപരിവാറും ക്രിസംഖ്യയും കാസയും മറ്റ് സങ്കുചിത രാഷ്ട്രീയ പേക്കോലങ്ങൾ നിങ്ങൾ ആദ്യമായിട്ട് സമുദായത്തിനിടയിൽ, പ്രത്യേകിച്ച് ഹിന്ദു സമുദായത്തിൽ ക്രിസ്ത്യൻ സമുദായത്തിനിടയിൽ മദ്യം കുടിക്കുന്നത്, പുകവലിക്കുന്നത് നിർത്തിക്കുക. എന്നിട്ട് നിങ്ങൾ മുസ്ലിങ്ങളെ പാഠം പഠിപ്പിക്കാൻ വരും. ഇവിടെ പ്രസവിക്കാൻ പാടുള്ളത് ആരും പറയുന്നില്ല, വിവാഹം കഴിക്കാൻ പാടുള്ളത് ആരും പറയുന്നില്ല. ഇത്തരം കുട്ടികളെ പാടുമെന്ന് നിയമമൊന്നുമില്ല. വിവാഹപ്രായം 18 വയസ്സ്, സ്ത്രീകൾക്ക് 20 വയസ്സ്, പുരുഷൻ എന്നുള്ളൊരു നിയമമുണ്ട്. ആ നിയമം ആസ്വദിക്കാൻ ആവശ്യമില്ല, എങ്കിലും അങ്ങനെ ഉണ്ട്. അതിനടുത്ത് വിവാഹം കഴിക്കാൻ പാടില്ലെന്ന്, അല്ലെങ്കിൽ കുട്ടി പ്രസവിക്കാൻ പാടുന്നില്ല. നിങ്ങൾ പ്രസവിക്കുന്നില്ല, നിങ്ങൾ വിവാഹം കഴിക്കുന്നില്ല, നിങ്ങൾ മദ്യം അടിച്ച് ചത്തുപോകുന്നു. ക്യാൻസർ രോഗം മൂലം എത്ര കോടി ആൾക്കാർ കൊല്ലം മരിക്കുന്നത്? ഇതൊക്കെ മെയിൻ കാരണം മദ്യപാനമാണ്, പുകവലിയാണ്, പുകവൽപ്പനങ്ങളാണ്. എന്നിട്ട് ഇന്നിപ്പോൾ കണ്ണീരി അടിക്കുന്ന ആരെ കാണിക്കാനാണ്? ഇനി എന്താ നിങ്ങൾ പറഞ്ഞത്? അതിനിപ്പോൾ മുസ്ലിം സമുദായം വെള്ളാപ്പള്ളി പറയുമ്പോലെ ഇത് ഇന്ത്യ വിട്ട് പോകണമെന്നാണോ പറഞ്ഞു വരുന്നത്? അല്ലെങ്കിൽ ഇന്ത്യയിൽ ജീവിക്കാൻ അർഹരല്ലെന്നാണോ? ഇവിടെ ഒരു നിയന്ത്രണമില്ല, പ്രസവിക്കാൻ ഒരു നിയന്ത്രണമില്ല, വിവാഹം കഴിക്കാൻ നിയന്ത്രണമില്ല. നിങ്ങൾ പ്രസവിക്കാൻ അനുവാദം കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ വിവാഹം കഴിക്കുന്നില്ല, പിന്നെ കള്ളച്ചാരയൊക്കെ പിടിച്ച് ചത്തുപോകുന്നു. എന്ത് ചെയ്യാൻ പറ്റുന്നത്? അപ്പോൾ സംഘപരിവാരം ക്രിസംഖ്യയും കാസയൊക്കെ ചെയ്യേണ്ടത് ആദ്യമായിട്ട് നിങ്ങളുടെ സമുദായത്തിലെങ്കിലും, ക്രിസ്ത്യൻ ഹിന്ദു സമുദായത്തിലെങ്കിലും ഈ മദ്യപാനം കൊടുക്കുക. എന്നിട്ട് അവർ വിവാഹം കഴിക്കാൻ പറയാം, 2 പേരെങ്കിലും മിനിമം ഉണ്ടാക്കാൻ പറയാം. അതൊരു കുറ്റം, ഒരു സമുദായമാണ്. വെള്ളാപ്പള്ളി പറയും പോലെ മലപ്പുറം ജില്ലയൊക്കെ പറയുമ്പോൾ മുസ്ലിങ്ങൾക്ക് ലീഗായിട്ട് പറയുന്നത് എന്ത് ബന്ധം? ഇന്ന് ലീഗിനെ കുറിച്ചപ്പോൾ നമ്മുടെ സുകുമാരൻ പറഞ്ഞു, അവർ മുസ്ലിങ്ങളെല്ലാം പറഞ്ഞു വെള്ളാപ്പള്ളി ലീഗിനാണോ. ആരെങ്കിലും പരാതി വരാൻ പാടില്ലെന്നേ. പരാതി വരാമെന്നില്ല ആരും പറയരുത്, പാർട്ടിക്കാരാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ജാതി മാത്രമാണെങ്കിലും. സുകുമാരൻ കാര്യം മനസ്സിലായി, ആൾക്ക് ഉദ്ദേശിച്ച ആ ബുദ്ധിയുള്ളവരുണ്ട്, അവർക്ക് കാര്യം മനസ്സിലായി വെള്ളാപ്പള്ളി തട്ടിപ്പൊക്കെ. ഒരു വെള്ളാപ്പള്ളിക്ക് അവാർഡ് കൊടുത്തതിനെക്കുറിച്ചൊക്കെ നമ്മുടെ സമൂഹവും സമുദായവും എത്ര കണ്ട് ആഴത്തിലും മോശമായി പോകുന്നു സമൂഹം. ഒരു അവാർഡ് എന്ന് പറഞ്ഞാൽ വിലയില്ലാതെ കിടക്കും. ഇന്ത്യൻ 2ാം ലോക മഹായുദ്ധം നോട്ടടിച്ച് കടലാസ് വിലയില്ലാത്ത അവർക്ക് പോലെ അവാർഡൊക്കെ ആർക്കും കൊടുക്കും, ഏത് ചീളിനും കൊടുക്കാന്നായി. എന്നാ ചാനൽ പോലെ ആധികാരികമായിട്ട് പറയാണ് ക്രിസ്ത്യന് ജനനം കുറയുന്നു, ഹിന്ദുക്കൾ കുറയുന്നു, അവർക്ക് മരണം കൂടുന്നു, മുസ്ലിങ്ങൾക്ക് മരണം കുറയുന്നു, ജനനം കൂടുന്നു. ഇതൊക്കെ ആർക്കും ആകാം. ഇത് കുറ്റം എന്താണ്? മനുഷ്യര് ജീവിക്കാൻ പറ്റാതായി എന്നുള്ളൊരു സത്യം തന്നെയാണ്. നമ്മൾ സാധനങ്ങളുടെ വില വർധനവ്. പണ്ട് ഈ ഉണ്ടമ്പരിയൊക്കെ, ഒരു ഉണ്ടമ്പരി 10 രൂപ വാങ്ങിച്ചു കഴിഞ്ഞാൽ 4-5 പ്രാവശ്യം കടിക്കാം. ഇപ്പം 2 കടിയിൽ 3ാമത്തെ കടിയാകുമ്പോൾ വെല്ലിൽ പോകും, വായിൽ പോകും. അത്ര ചുരുക്കി കളഞ്ഞ് ഇനി ചുരുക്കാനില്ല. വില കൂട്ടി, ഇനി വില കൂട്ടാനും പറ്റില്ല, ആ അവസ്ഥയിലെത്തി. അങ്ങനെ ആകുമ്പോൾ തന്നെ നിന്നു പോകുന്ന കടകളൊക്കെ, പല കട നിന്നു, എത്രയോ കടകൾ, വ്യാപാര സ്ഥാപനങ്ങൾ നിന്നുപോയി.
ഇന്ന് വ്യാപാരികളുടെ അവസ്ഥ എന്താണ്? കുറച്ച് സൂപ്പർ മാർക്കറ്റുകളൊക്കെ ഉണ്ട്. ഈ സൂപ്പർ മാർക്കറ്റിനെ കുറിച്ച് പറയുമ്പോൾ എന്താണ് ലൂലു എന്താണ് ജീപ്പിൽ കെട്ടി ഗ്രാമത്തിൽ പരസ്യം നടക്കാണ്. ഒരു ബിസിനസ് എത്ര മുന്നോട്ടുണ്ടെങ്കിൽ ഇതൊക്കെ അതിൻ്റെ ആവശ്യമുണ്ടോ? അപ്പോൾ ലൂലു പോലും ഏതാണ്ട് തകർച്ചയിലാണ്. എന്നിട്ട് ഇവിടെ സുഖമാണ്. ഗവൺമെന്റ്, കേരള ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റ് എന്തെല്ലാം ഇതാ ചെയ്യുന്നത്. പിന്നെ ഈ അധികാരത്തിന് പുറകെ പോകുന്നത് കോൺഗ്രസ്, യു ഡി എഫിന് ഇവിടെ ഇത്തവണ അധികാരത്തിൽ കാരണം എല്ലാ സാധ്യതയുണ്ട്. യു ഡി എഫ് സ്ഥാനമാനങ്ങൾ കൊടുക്കുമ്പോൾ നിയന്ത്രിക്കണം. അർഹതയുള്ളവർക്ക് കൊടുക്കണം, അർഹതയുള്ളവർക്കേ കൊടുക്കാവൂ. രണ്ട് ചോദ്യമാണ്. ഒന്ന്, അർഹതയുള്ളവർക്കേ കൊടുക്കാവൂ, അർഹതയുള്ളവർക്ക് കൊടുക്കുകയും ചെയ്യണം. മസ്റ്റാണത്. ഇപ്പം കേരള കോൺഗ്രസ് പി സി തോമസ് നമ്മുടെ സുഹൃത്താണ്. ജോസഫ് ശരത്തും സുഹൃത്തൊന്നും അറിയുന്ന മാത്രമേ ഉള്ളൂ. ഞങ്ങൾ കിട്ടിയ 10 സീറ്റ് 12 അന്ന് ഒരു സീറ്റ് കുറച്ച് കൊടുക്കില്ല. അത് എൻ്റെ പൊന്ന് തോമസ്, പി സി തോമസ് സീറ്റിൻ്റെ എണ്ണമല്ല, നമുക്ക് എത്ര സീറ്റ് ജയിച്ച് കിട്ടി നോക്കണത്. അത് നിങ്ങൾ പരമാവധി സീറ്റ് എണ്ണം ജയിക്കാനുള്ള സീറ്റ് വാങ്ങിച്ച് പരമാവധി ജയിക്കുക. കഴിഞ്ഞ 10 12 സീറ്റ് ഉണ്ട്, 2 പേരായിട്ട് ജയിച്ചത്. അത് മാറ്റിയിട്ട് ഒരു 10 സീറ്റിൽ ഒരു 7 പേരും ജയിക്കാൻ വേണം, 70% ചെയ്യാൻ കിട്ടും. ആ രീതിയിൽ പോകണം. അതിനർത്ഥം സീറ്റുകളുടെ എണ്ണം കുറക്കണം, പരമാവധി ജയിക്കാനുള്ള സീറ്റ് കിട്ടണം. അങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ ജോസഫ് ഗ്രൂപ്പ് തട്ടിക്കളയെ പുറത്തേക്ക്. അതിൻ്റെ കപ്പാസിറ്റി ഇത്രയോളം മനസ്സിലായി. അച്ഛൻ്റെ ആവശ്യമായി. ഇപ്പോൾ ശരത് പവാറിൻ്റെ കാര്യം പോലെ തീരെ വയ്യ, നിൽക്കാൻ പോലും പറ്റുക. എന്നിട്ടും എന്താണ്, പോകില്ല, മാറില്ല. ഇപ്പം മകനാക്കുന്ന ഇപ്പോൾ മാണിയുടെ മോൻ ജയിച്ചില്ല, മാണിയുടെ മോനില്ല. ഉമ്മൻചാണ്ടിയുടെ മോൻ ജയിച്ചു, മാണിയുടെ മോൻ ജയിച്ചില്ലല്ലോ. അതുപോലെ ജോസഫ് സാറ് മോനും ജയിക്കാൻ പോകുന്നില്ല. ഇബ്രാഹിം കുഞ്ഞിൻ്റെ അവസ്ഥ, ഒരു മരണത്തിൽ നിന്ന് സിമ്പതിയൊക്കെ ഉണ്ട്. എങ്കിലും ഇത്തവണ പുള്ളി ജയിക്കും എന്നൊക്കെ പറഞ്ഞാണ് ഒരു ക്രിസ്ത്യൻ നാമധാരി കൊണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. ജയിക്കേണ്ട നല്ല കാര്യം, ജയിക്കേണ്ടതാണ്, സംശയമൊന്നുമില്ല. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ജയിക്കുമെന്നും. അങ്ങനെയുള്ള അവസ്ഥയുടെ കാര്യങ്ങളൊക്കെ വന്നത് വളരെ മോശമായിട്ടാണ്. 90 വയസ്സെല്ലാം മാറി നിൽക്കില്ല. പിന്നെ 8ഉം 10ഉം പ്രാവശ്യം മത്സരിക്കുന്നു. ഇപ്പം എം പിമാർ കേരളത്തിലേക്കൊന്ന് മത്സരിച്ച് MLA ഇപ്പം മന്ത്രിയാകാനുള്ള ശ്രമത്തിലാണ്. അന്ന് പോയെന്നറിയോ, ഏതായാലും രണ്ടാമത് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാണെങ്കിൽ മന്ത്രിയാകാൻ വേണ്ടി ഇവിടുത്തെ കുറേ നേതാക്കൾ കൈകാലം പിടിച്ചും ഇലക്ഷനിൽ ജയിച്ചു പോയി. അവിടെ ചിലപ്പോൾ വല്ലതുണ്ടോ? ഇപ്പോൾ ഇത് ചാട്ടമാണ് പറഞ്ഞ കുഞ്ഞാലത്തെ ആദ്യം പോലെ ഡൽഹിക്ക് ആടി, ഇപ്പം ഇങ്ങോട്ട് ആടി. ഇത് ജനങ്ങൾ വെറുത്തു പോകുന്നേ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അധികാരത്തിന് മാത്രം. ഇപ്പോൾ അജിത് പവാറിൻ്റെ കാര്യം, അധികാരത്തിന് പുറകെ മാത്രം യാതൊരു തത്വദീക്ഷയില്ലാതെ ശരത് പവാറിൻ്റെ ഗ്രൂപ്പിൽ പോകുന്ന വേറെ ഗ്രൂപ്പ് ഉണ്ടാക്കി അത് പിടിച്ചടിച്ച് എന്നിട്ട് കൂടി അഴിമതി ചെയ്തപ്പോൾ അത് BJP ചെയ്തപ്പോൾ അഴിമതിയൊന്നും ഇല്ലാതെ അവിടെ പുറത്തിയാടുന്നുണ്ടപ്പോൾ ജീവനും പോയി. ഇതാണ് അവസ്ഥ. ഇനി എന്നാൽ ഇതൊക്കെ ഒരു മാറ്റം ഉണ്ടാകുന്നത്? ഈ ഒരു വിഭാഗം ആൾക്കാർക്ക് മാത്രം മതിയോ? എല്ലാവർക്കും അവസരം കിട്ടണ്ടേ? അതുകൊണ്ട് UDF നേതാക്കളും കോൺഗ്രസ് നേതാക്കളും പറയാനുള്ളത്, നിങ്ങൾ ജനസംഖ്യയ്ക്ക് ആനുപാതികമായുള്ള സ്ഥാനമാനങ്ങൾ പങ്കിട്ട് കൊടുക്കണം. അർഹതയുള്ളവർക്ക് അവസരം കൊടുക്കണം, അല്ലെങ്കിൽ അർഹത ഉള്ളവർക്ക് ഈ അവസരം കൊടുക്കാവൂ. അത് ഇത്തവണെങ്കിലും ഭരണം പിടിച്ചെടുക്കാനുള്ള ശ്രമം നടത്തുന്നത്. ഇപ്പോൾ അടൂർ പ്രകാശ് മത്സരിച്ച് മന്ത്രിയാണോ, കഴിവെങ്കിൽ മുഖ്യമന്ത്രി കാണണം. ഷാഫി പറമ്പിലിന് മത്സരിപ്പിക്കണം. പിണറായിക്ക് അത് നിർത്താൻ പരിപാടി ഉണ്ടെങ്കിൽ പിണറായി വെള്ളം കുടിക്കുന്നതൊക്കെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഷാഫി അല്ല ആഗ്രഹിക്കുന്നത്, ഷാഫി ഇവിടെ കൊട്ടാൻ നോക്കാണ്. അപ്പോൾ എന്തായാലും പാടുവിട്ട് ഷാഫി അങ്ങോട്ട് വിട്ടത്. ഈ പിണറായി സഖാവ് മത്സരിക്കുന്നു, അവിടെ ധർമ്മട സീറ്റാണെന്നൊക്കെ അറിയാമല്ലോ. അപ്പോൾ എന്താണ്, ധർമ്മടല്ല വേറെ മണ്ഡലമാണല്ലോ. അപ്പോൾ എന്താണ് എന്നിട്ട് ഷാഫി അങ്ങോട്ട് വിട്ട കാര്യമുണ്ടോ? അപ്പോൾ യാതൊരു ദീർഘവീക്ഷണമല്ല. ആരെയൊക്കെ തോൽപ്പിക്കാൻ വേണ്ടി അപ്പോഴത്തെ യുക്തിയാണ്. ഇപ്പോൾ ആ സീറ്റും കാലിയാക്കി, ഇവിടെ കാലിയാക്കി. ഇനിയിപ്പോൾ അവിടെ പോകുന്നത്, ഇനി അടുത്ത പ്രാവശ്യം വടകരകന് ഇനി ആറ്റിങ്ങലിലൊക്കെ ഇത്തവണ ജയിക്കാൻ സാധ്യതയുണ്ടോ? അന്ന് തന്നെ കഷ്ടപ്പെട്ട് 1000 വോട്ടിനായിട്ട് ജയിച്ചു പാർലമെന്റിലേക്ക് അടൂർ പ്രകാശ്. പലർക്കും അധികാരം മാത്രം, ഇത്രയും കാലം നിന്ന് കോടികൾ ഉണ്ടാക്കിയിട്ടും അധികാരം പങ്കിടാൻ വേണ്ടി മാത്രമാണ്. അതൊക്കെ ഒന്ന് മാറ്റിവെക്കുക. എന്നിട്ട് ജനങ്ങളുടെ ഇടയിൽ കയറി ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക. അപ്പോൾ എല്ലാം ശരിയാവും. ഞാനെൻ്റെ സംസ്ഥാനം അരമണിക്കൂർ അപ്പം നിർത്തി. നമ്മൾ 15 മിനിറ്റിൽ 10 മിനിറ്റ് നിർത്താൻ പോകണം. കാരണം അരമണിക്കൂർ ആൾക്കാർ ശ്രദ്ധിക്കാൻ സമയമില്ല. അത് എത്ര കാര്യം പറഞ്ഞാലും. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താൻ നിങ്ങൾക്ക് ഒരായി നന്ദി ചെയ്യുന്നുണ്ട്.